കഴിഞ്ഞ ദിവസം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേന്ദ്ര നേതൃത്വം അഴിച്ചുപണിതപ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയത് രണ്ട് വനിതാ മുഖങ്ങളാണ്. കേരളത്തിൽ നിന്നുള്ള ദളിത് വനിതാ നേതാവായ ജയന്തി രാജനും തമിഴ്നാട്ടിൽ നിന്നുള്ള ഫാത്തിമ മുസാഫിറുമായിരുന്നു ആ വനിതകൾ. രണ്ടുപേരും നടന്നു കയറിയത് ചരിത്രത്തിലേക്കാണ്. കാരണം ഇതാദ്യമായിട്ടാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ നേതൃത്വ നിരയിലേക്ക് വനിതകളെ പരിഗണിക്കുന്നത്. അതിനുള്ള നിയോഗം വന്നു ചേർന്നത് കേരളത്തിൽ നിന്നുള്ള മുൻ വനിതാ കോൺഗ്രസ് നേതാവ് കൂടിയായ ജയന്തി രാജനാണ്. വയനാട്ടിൽ നിന്നുള്ള നേതാവായ ജയന്തി 2010 വരെ കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു. അടിയുറച്ച കോൺഗ്രസ് വേരുകളുള്ള കുടുംബത്തിൽ നിന്നാണ് ജയന്തിയുടെ വരവ്. 2010 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് വേണ്ടി രംഗത്തിറങ്ങിയ ജയന്തിയുടെ ആ യാത്രയാണ് ഇന്ന് ദേശീയ തലത്തിൽ വരെ എത്തി നിൽക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 50% സീറ്റുകൾക്കായി സംവരണം ചെയ്തതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു 2010 നടന്നത്. മുസ്ലിം സമുദായത്തിന് പുറത്തുള്ള യോഗ്യരായ സ്ത്രീകളെ മത്സരിപ്പിക്കാനുള്ള അന്വേഷണമാണ് ജയന്തിക്കും ലീഗിലേക്കുമുള്ള വഴി തുറന്നത്. ഇത് അവരെ വയനാട്ടിലെ പൂതാടി പഞ്ചായത്തിന് കീഴിലുള്ള ഒരു വാർഡിൽ മത്സരിക്കാനുള്ള വഴി തുറക്കുകയായിരുന്നു. രണ്ട് വനിതാ മുഖങ്ങളുടെ വരവ് ലീഗിന്റെ പുരുഷ മേധാവിത്വമുള്ള പാർട്ടി എന്ന പ്രതിച്ഛായ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നേതാക്കൾ പറയുന്നുണ്ട്. 2021 ലീഗിന്റെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ വനിതാ വിഭാഗമായ ഹരിത പാർട്ടിക്കുള്ളിലെ ലിംഗപരമായ വിഷയങ്ങളിൽ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ലീഗ് അതിന്റെ എല്ലാ അനുബന്ധ ഗ്രൂപ്പുകളിലും സ്ത്രീകൾക്ക് 20% പ്രാതിനിധ്യം എന്ന മാനദണ്ഡം സ്ഥാപിച്ചത്. കഴിഞ്ഞ വർഷം പാർട്ടിയുടെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ലീഗ് ആദ്യമായി സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിരുന്നു. ജയന്തി രാജനിലേക്ക് വന്നാൽ മുസ്ലിം ലീഗ് നൽകിയ അവസരങ്ങളെല്ലാം അവർ ഭംഗിയായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ലീഗിന്റെ പ്രതിനിധിയായി പലവട്ടമാണ് ജയന്തി വിജയിച്ചു കയറിയത്. പിന്നാലെ വനിതാ ലീഗിന്റെ ശക്തിയായ പ്രതിനിധിയായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വയനാട് ജില്ലാ കമ്മിറ്റിയിൽ അംഗമാക്കിയാണ് ലീഗ് പിന്നീട് ജയന്തിക്ക് വലിയ അവസരങ്ങൾ നൽകിയത്. പിന്നീട് മുസ്ലിം ലീഗിന്റെ മറ്റൊരു വിഭാഗമായ ദളിത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ജയന്തിയെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 2015 ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ചതോടെ ലീഗിൽ വലിയ സ്വീകാര്യതയും ഈ വനിതാ നേതാവിന് ലഭിച്ചു എന്ന് കാണാം. കഴിഞ്ഞ 9 വർഷമായി വനിതാ ലീഗിന്റെ സുപ്രധാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന തനിക്ക് ലീഗിൽ അനുഭവങ്ങൾ ഒരിക്കലും വിചിത്രമായി തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞ ജയന്തി രാജൻ നേതൃത്വം ഒരിക്കലും ഒരു അമുസ്ലിം വ്യക്തി എന്ന നിലയിൽ മാറ്റി നിർത്തിയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. താൻ വന്ന സമയത്ത് വനിതാ പ്രാതിനിധ്യം കുറവായിരുന്നുവെങ്കിൽ ഇന്ന് സാഹചര്യം മാറിയെന്നും വനിതകൾ കൂട്ടമായി ലീഗിന്റെ വിവിധ കമ്മിറ്റികളിൽ ഇടം പിടിച്ചു എന്നും ഇതേ വനിതാ നേതാവ് പറയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് പാരമ്പര്യം ഉൾക്കൊണ്ട കുടുംബമായതുകൊണ്ട് തന്നെ ലീഗിന്റെ സാഹചര്യം ഉൾക്കൊണ്ട് തന്നെയാണ് ജയന്തി മുന്നോട്ടു പോകുന്നത്.